ഹായ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വോള്യൂം കാൽക്കുലേറ്റഡ് ആസ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആണ്. അപ്പോൾ വോള്യൂം എന്താണ്? വോള്യൂം ഓഫ് എ ബൗണ്ടഡ് റീജിയൻ ജി, ഒരു ജി എന്ന ഒരു ബൗണ്ടഡ് റീജിയൻ്റെ വോള്യൂമിൻ്റെ ഫോർമുല വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡി വി. ഇതാണ് വോള്യൂമിൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾ ഏരിയയ്ക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഡി എ എന്ന് പഠിച്ചതുപോലെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡി വി, വെർ ജി ഈസ് എ ബൗണ്ടഡ് റീജിയൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ജി ഡി വി ഈസ് ഡി എക്സ് dy dz. അപ്പോൾ ഇതാണ് വോള്യൂം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോള്യൂം ഓഫ് ദ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ബൗണ്ടഡ് ബൈ ദ പ്ലെയിൻസ് z ഈക്വൽ ടു 3 ആൻഡ് z ഈക്വൽ ടു 0 ആൻഡ് z ഈക്വൽ ടു 3 എന്ന പ്ലെയിൻസ് ബൗണ്ട് ചെയ്ത് വരുന്ന സിലിണ്ടറുണ്ട്. അതിൻ്റെ വോള്യൂമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ പ്ലെയിൻ ആണ്. അപ്പോൾ നമുക്ക് വോള്യൂം കാണേണ്ട ഫോർമുല നമുക്കറിയാം. വോള്യൂം വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഡി വി, ദാറ്റ് ഈസ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. അപ്പോൾ നമുക്കിനി 3 ലിമിറ്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇസഡിൻ്റെ ലിമിറ്റ്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇസഡ് ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 3 എന്ന പ്ലെയിൻ ആണ്. അപ്പോൾ ഒരു സിലിണ്ടർ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സിലിണ്ടർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സിലിണ്ടർ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിനൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3 എന്ന രണ്ട് പ്ലെയിൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3 എന്ന പ്ലെയിൻ ഇവിടെ വരും. അപ്പോൾ ഇതാണ് ഇസഡിൻ്റെ ലിമിറ്റ്സ്, ഇതാണ് ആ ഒരു ഹൈറ്റ്. അപ്പോൾ ഇസഡിൻ്റെ ലിമിറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇസഡ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഈക്വൽ ടു 3. ഇനി നമുക്ക് വേണ്ടത് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നാണ് ആ സിലിണ്ടറിൻ്റെ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 എന്ന വരുന്ന ഒരു സർക്കിളാണ് ആ ബേസ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോളാർ കോർഡിനേറ്റിലോട്ട് ചേഞ്ച് ചെയ്ത പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോളാർ കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തും ഇത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ വരുന്ന പ്രോബ്ലംസ് എല്ലാം പോളാർ കോർഡിനേറ്റിലോട്ട് യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ബിക്കോസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ പോളാറിലോട്ട് ചെയ്യുന്നതായിരിക്കും ഈസിയസ്റ്റ് മെത്തേഡ്. സോ നമ്മൾ സർക്കിൾ വരച്ചു. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്ന സർക്കിൾ വരുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം അവിടുത്തെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ആറും തീറ്റയുമാണ്. ആറ് വേരീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, തീറ്റ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, ആറ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്, സർക്കിളിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം. ആർ വേരീസ് ഫ്രം 0 to 2, റേഡിയസ് 2 ആണ്. സോ ആർ വേരീസ് ഫ്രം 0 to 2 ആൻഡ് വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് തീറ്റ? തീറ്റ എന്താ? ഫുൾ സർക്കിളാണ്. സോ തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിമിറ്റ്സ്. ഇസഡിൻ്റെ ലിമിറ്റ്സ് എന്താ? ഇസഡ് ഈക്വൽ ടു 0 to 3, ആർ വേരീസ് ഫ്രം 0 to 2 ആൻഡ് തീറ്റ വേരീസ് ഫ്രം 0 to 2π. അപ്പോൾ നമുക്ക് ലിമിറ്റ്സ് ഒക്കെ എഴുതാം. ലിമിറ്റ്സ് എന്തൊക്കെയാണ്? ലിമിറ്റ്സ് ആർ z ഈക്വൽ ടു 0 to z ഈക്വൽ ടു 3, r ഈക്വൽ ടു 0 to r ഈക്വൽ ടു 2 ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു 0 to തീറ്റ ഈക്വൽ ടു 2π. These are the limits. ഇനി നമുക്ക് വോള്യൂം ചെയ്യാലോ. വോള്യൂം v ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to r 0 to r അല്ല, സോറി 0 to 2 ഇൻറ്റഗ്രൽ 0 to 3. ദിസ് ഈസ് തീറ്റ. തീറ്റ ഈക്വൽ ടു ഹിയർ ഇറ്റ് ഈസ് r ആൻഡ് ഹിയർ ഇറ്റ് ഈസ് z ഈക്വൽ ടു. ഇനി എന്താ? ഡി ഇസഡ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡി ഇസഡ് ആണ്. ഇസഡിന് ചെയ്യുന്നു. ദെൻ വിത്ത് റെസ്പെക്ട് ടു ആർ വരുമ്പോൾ എന്താ വരിക? അത് നമുക്ക് ഡി എക്സ് ഡി വൈ ദിസ് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് അല്ലേ. ഇത് പോളാറിലോട്ട് മാറ്റുമ്പോൾ ഡി എക്സ് ഡി വൈ ബിക്കംസ് ആർ ഡി ആർ ഡി തീറ്റ. അത് നിങ്ങൾ മറന്നു പോരുത്. അപ്പോൾ നമ്മളിവിടെ ഡി ഇസഡ് എഴുതി. നെക്സ്റ്റ് വി ഹാവ് ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ആർ. സോ ആർ ഡി ആർ ദെൻ ഡി തീറ്റ. നൗ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to 2. ഫസ്റ്റ് വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. സോ ഇസഡ് വന്നു വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 3 ആർ ഡി ആർ ഡി തീറ്റ. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2π ഇൻറ്റഗ്രൽ 0 to 2. ഇസഡിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ 3 വരുന്നു. 3 ഇൻറ്റു ആർ ഡി ആർ ഡി തീറ്റ. നൗ ദിസ് 3 is taken outside. 3 into integral 0 to 2π. Now we have to integrate with respect to r. r ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ r സ്ക്വയർ ബൈ 2 എന്ന് വരുന്നു. വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 2. ദെൻ ഡി തീറ്റ. ആറിന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 2π. ഹിയർ 2 ആണ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4/2 ദാറ്റ് ഈസ് 2 d theta and 2 will be taken outside, that is 6 into integral 0 to 2 pi d theta. Again
integrating with respect to theta, we get 6 into theta within the limit 0 to 2 pi, and final answer is 12 pi. അല്ലേ, തീറ്റയ്ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 6 into 2 pi കിട്ടുന്നു. ദിസ് ഈസ് ഈക്വൽ ടു 12 pi. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നമുക്കിവിടെ ഇക്വേഷൻസ് മാറി വരാം. x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ആൻഡ് z ഈക്വൽ ടു വേറെ ഏതെങ്കിലും രണ്ട് വാല്യൂസ് വരാം. അപ്പോൾ ഇത് മാറി മാറി ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഈ പ്രോബ്ലം നന്നായിട്ട് പഠിച്ചു വേണം എക്സാമിനേഷനോട് പോകാനായിട്ട്. പോളാർ ഫോമിൽ തന്നെ ചെയ്താൽ മതി. പോളാർ കോർഡിനേറ്റ്സിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ: use triple integrals to find the volume of the solid within the cylinder x square plus y square equal to 9 and between the planes z equal to 1 and x plus z equal to 5. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ. പ്ലെയിൻസ് തമ്മിൽ അവിടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു. z equal to 0, z equal to 3 എന്നായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ. അപ്പോൾ ഇവിടെ z equal to 1 z plus x equal to 5 എന്നുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിലിണ്ടർ ഇത് തന്നെയാണ്, x square plus y square equal to 9. അവിടെ ആ ഒരു ഇതിന് വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് സെയിം അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. യൂസിങ് പോളാർ കോർഡിനേറ്റ്സ്, യൂസ് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ ലിമിറ്റ്സ് എഴുതാം. ലിമിറ്റ്സ് ആർ ഇസഡ് ഈക്വൽ ടു 1 ടു ഇസഡ് ഈക്വൽ ടു 5 മൈനസ് എക്സ്. ഇസഡിന് 5 മൈനസ് എക്സ് വരുന്നു. പക്ഷേ പോളാർ കോർഡിനേറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പോളാർ കോർഡിനേറ്റ് ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ എന്താണ്? പോളാർ കോർഡിനേറ്റിൽ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ്. സോ നമ്മളിവിടെ എക്സിന് പകരം ആർ കോസ് തീറ്റ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മൈനസ് ആർ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഇസഡ് ഈക്വൽ ടു 1 ടു ഇസഡ് ഈക്വൽ ടു 5 മൈനസ് ആർ കോസ് തീറ്റ. നൗ ആറിൻ്റെയും തീറ്റയുടെയും വേരിയേഷൻ, ആർ വേരീസ് ഫ്രം, ഇവിടെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആറിൻ്റെ വേരിയേഷൻ പറയാം. ആർ വേരീസ് ഫ്രം 0 to 3 ആൻഡ് തീറ്റ വേരീസ് ഫ്രം 0 to 2 pi. അങ്ങനെ 3 വരുന്ന 9 ആണ്. 9ൻ്റെ റൂട്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ ആർ ഈസ് ഈക്വൽ ടു ആറിൻ്റെ ലിമിറ്റ്സ് ആർ ഈക്വൽ ടു 0 to ആർ ഈസ് ഈക്വൽ ടു 3 ആൻഡ് തീറ്റ ഈസ് ഈക്വൽ ടു 0 to തീറ്റ ഈസ് ഈക്വൽ ടു 2 pi. അപ്പോൾ ലിമിറ്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വോള്യൂം കണ്ടുപിടിക്കാം. നൗ വോള്യൂം വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഡി വി, that is integral 0 to 2 pi, integral 0 to 3, integral 0 to 5 minus r cos theta. അല്ലേ, integral 0 അല്ല, സോറി, is 1 to 5 minus r cos theta dz r dr d theta. ഇനി ഇൻറ്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. integral 0 to 2 pi, integral 0 to 3 with respect to z ആണ്. So z within the limits 1 to 5 minus r cos theta r dr d theta. So this is equal to integral 0 to 2 pi, integral 0 to 3, limits കൊടുക്കുമ്പോൾ 5 minus r cos theta minus lower limit is 1 r dr d theta. This is equal to integral 0 to 2 pi. ഇനി with respect to r ചെയ്യാണ്. 5 minus 1 becomes 4 into r, 4r. അപ്പോൾ 0 to 3, 4r മൈനസ് ഇവിടെ എന്താ, ആർ കോസ് തീറ്റ ഇൻറ്റു ആർ ഈസ് ആർ സ്ക്വയർ കോസ് തീറ്റ ഡി ആർ ഡി തീറ്റ. അപ്പോൾ ആർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 pi. ആറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4 into ആർ സ്ക്വയർ ബൈ 2 മൈനസ് ആർ ക്യൂബ് ബൈ 3 കോസ് തീറ്റ വിത്തിൻ ദ ലിമിറ്റ്സ് 0 to 3 ഡി തീറ്റ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 pi. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ ഈസ് 9 ഇൻറ്റു ഇവിടെ 4 2 കട്ട് ചെയ്ത് 2 ആയി. 9 into 2 ഈസ് 18 മൈനസ് ഹിയർ 3 ക്യൂബ്, ഒരു 3 ക്യാൻസൽ ചെയ്യുന്നു, 3 സ്ക്വയർ വരും, 9 കോസ് തീറ്റ ഡി തീറ്റ. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 18 തീറ്റ മൈനസ് 9 ഇൻറ്റു സൈൻ തീറ്റ, ഇൻറ്റഗ്രൽ ഓഫ് കോസ് തീറ്റ ഈസ് സൈൻ തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to 2 pi. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 pi. നമ്മളിവിടെ തീറ്റയ്ക്ക് കൊടുക്കുമ്പോൾ 36 pi. ഹിയർ സൈൻ 2 തീറ്റ ഈസ് 0. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ലോവർ ലിമിറ്റ് ഈസ് 0. അപ്പോൾ ഇനി ഒന്നുമില്ല, 36 pi തന്നെയാണ് ഫൈനൽ ആൻസർ. Okay, next question. Find the volume bounded by the coordinate planes and the plane x by a plus y by b plus z by c is equal to 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈസിയാണ്, വളരെ ഈസിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. വോളിയം ബൗണ്ടഡ് ബൈ ദ കോർഡിനേറ്റ് പ്ലെയിൻസ് ആൻഡ് ദ പ്ലെയിൻ. കോർഡിനേറ്റ് പ്ലെയിൻസ് ആൻഡ് ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും എല്ലാം ലോവർ ലിമിറ്റ്സ് 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ
നമ്മൾ എടുക്കുന്നത്. ഇതിന് ഫിഗർ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ലിമിറ്റ്സ് നോക്കാം. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ലിമിറ്റ്സ് നോക്കാം. ഹിയർ ദ ലിമിറ്റ്സ് ആർ ഗിവൺ ബൈ, ആദ്യം നമുക്ക് ഇസഡിൻ്റെ ലിമിറ്റ് നോക്കാം. ഇസഡിൻ്റെ ലോവർ ലിമിറ്റ് ഇസഡ് ഈക്വൽ ടു 0 ടു, എല്ലാ ലോവർ ലിമിറ്റ്സും 0 ആയിരിക്കും. ബിക്കോസ് കോർഡിനേറ്റ് പ്ലെയിൻസ് എന്ന് പറയുന്നത് കൊണ്ട് ലോവർ ലിമിറ്റ്സ് ഒക്കെ 0 ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു 0 ടു അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇസഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ സി ഈസ് ഈക്വൽ ടു എന്താ പറയുക, ഇസഡ് ബൈ സി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇത് അങ്ങോട്ട് പോകുന്നു y ബൈ ബി മൈനസ് എക്സ് ബൈ എ, ഇസഡ് ബൈ സി. അപ്പോൾ സി നമുക്ക് അപ്പുറത്തോട്ട് എടുത്താൽ സി ഇൻറ്റു 1 മൈനസ് y ബൈ ബി മൈനസ് എക്സ് ബൈ എ വരുന്നു. ഇതാണ് ഇസഡിൻ്റെ അപ്പർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇസഡ് ഈക്വൽ ടു 0 ടു ഇസഡ് ഈക്വൽ ടു സി ഇൻറ്റു 1 മൈനസ് y ബൈ ബി മൈനസ് എക്സ് ബൈ എ. നൗ ലിമിറ്റ്സ് ഓഫ് വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്. 0 ടു അപ്പർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇസഡിന് ഇസഡ് ഈക്വൽ ടു 0 ഈക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, എക്സ് ബൈ എ പ്ലസ് y ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അവിടെ നിന്ന് നമ്മൾ വൈയുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്ത് വരും, y ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എ, y ബൈ ബി ഈസ് ഈക്വൽ ടു y ബൈ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ എ എന്ന് വരുന്നു. അപ്പോൾ y ഈസ് ഈക്വൽ ടു ബി മൾട്ടിപ്ലൈഡ് ബൈ, അപ്പോൾ ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ. So this is the limits of y. And finally limits of x are x equal to 0 to, അടുത്ത വരുന്ന എന്താണ്, x equal to 0, നമ്മൾ yക്ക് 0 കൊടുക്കുന്നു. ഈ ഒരു ഇക്വേഷൻ നമ്മൾ yക്ക് 0 കൊടുക്കുമ്പോൾ എന്താ വരിക, 1 മൈനസ് എക്സ് ബൈ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 0 കിട്ടുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് x എഴുതാൻ പറ്റും. എന്താ വരിക, 1 മൈനസ് എക്സ് ബൈ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നമ്മൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, സോ therefore b നോട്ട് ഈക്വൽ ടു 0, therefore 1 മൈനസ് എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു 0, therefore what is x is equal to a അല്ലേ, x ഈക്വൽ ടു a, എക്സ് ബൈ എ ഇസ് ഈക്വൽ ടു 1 എന്ന് വരുന്നു, മൈനസ് 1 എന്ന് വരുന്നു. സോ എക്സ് ഈക്വൽ ടു a എന്ന് കിട്ടുന്നു നമുക്ക്. സോ എക്സിൻ്റെ ലിമിറ്റ്സ് 0 ടു a. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോർഡിനേറ്റ് പ്ലെയിൻസ് വരുമ്പോൾ ലോവർ ലിമിറ്റ്സ് ഒക്കെ 0 ആണ്. ഇസഡിന് 0 കൊടുത്ത ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇസഡ് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് വൈയുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇസഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y കിട്ടി. നെക്സ്റ്റ് എക്സിൻ്റെ അപ്പർ ലിമിറ്റ് കാണാൻ ഈ ഒരു ഇക്വേഷനിൽ yക്ക് 0 കൊടുത്തപ്പോൾ നമുക്ക് എക്സ് കിട്ടി. സോ ദീസ് ആർ ദ ലിമിറ്റ്സ്. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദി വോള്യൂം ഓഫ് ദി റീജിയൻ. ഓക്കെ, നൗ വോള്യൂം v is equal to v is equal to triple integral dv. ഇനി ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം നമുക്ക്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ, ഫസ്റ്റ് വി റൈറ്റ് ദ ലിമിറ്റ്സ് ഓഫ് എക്സ് 0 to a, then limits of y 0 to, here it is, x equal to 0 to a, y is equal to 0 to b into 1 minus x by a, integral z equal to 0 to c into 1 minus y by b minus x by a, dz dy dx. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a, integral 0 to b into 1 minus x by a. Now we are integrating with respect to z. Z within the limits 0 to c into 1 minus y by b minus x by a, dy dx. This is equal to integral 0 to a, integral 0 to b into 1 minus x by a. Now we are applying the limits. Upper limit is c into 1 minus y by b minus x by a. Lower limit 0 ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. dy dx. Now we are going to integrate with respect to y. അല്ലേ, yക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to a. yക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, c is a constant, c is taken outside, c പുറത്തെടുക്കുക. yക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് നമുക്ക് വൈയുടെ ടേം, y ഉള്ള ടേം y by b. 1ലും x by aയിലും y ഇല്ല. സോ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്തതുപോലെ നമ്മളിത് ഗ്രൂപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 1 മൈനസ് എക്സ് ബൈ എ നമ്മൾ ഒരുമിച്ചെടുക്കുന്നു. 1 മൈനസ് എക്സ് ബൈ എ ഇൻറ്റു വൈ. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇസ് കോൺസ്റ്റൻറ്റ്, 1 മൈനസ് എക്സ് ബൈ എ കോൺസ്റ്റൻ്റ് ആണ്, ഒരുമിച്ചെടുത്തു. അതിൻ്റെ ഇൻറ്റഗ്രൽ ഇൻറ്റു വൈ ആണ്, മൈനസ് ദിസ് ഇസ് വൈ സ്ക്വയർ ബൈ ബി വിത്തിൻ ദ ലിമിറ്റ്സ് 0 to b into 1 minus x by a dx. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ്സ് കൊടുത്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു c ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to a. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ
വൈക്കാണ് ലിമിറ്റ്. വൈക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ആണ്. സോ ഇവിടെ ഒരു 1 മൈനസ് എക്സ് ബൈ എ ഉണ്ട്. അപ്പോൾ ഇത് ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ മൈനസ് ഹിയർ വൈ സ്ക്വയർ ഇവിടെ 2 ഉണ്ട്. 2b ആണ്, ഞാൻ നേരത്തെ എഴുതിയിട്ടില്ലായിരുന്നു, 2b ആണ്. സോ വൈ സ്ക്വയറിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b dx. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. സി ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു എ ഹിയർ ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എന്താ വരിക? ഒരു ബി ക്യാൻസൽ ചെയ്ത് പോയി. ബി മൈനസ് ബി ബൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ മൈനസ് ബി ബൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് 1 മൈനസ് ഹാഫ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. രണ്ടിലും കോമൺ ആയിട്ട് ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. കോമൺ എടുത്താൽ 1 മൈനസ് 1 ബൈ 2 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു എ എന്താ വരിക? ബി ബൈ 2 ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയർ ഡി എക്സ് അല്ലേ? എങ്ങനെയാണ് വരുന്നത്? ഇത് 1 ആണ്, ഇത് ഹാഫ് ആണ്. സോ 1 മൈനസ് ഹാഫ് ഈസ് ഹാഫ്. So this is equal to b by 2 is a constant, is taken outside. So bc by 2 into integral 0 to a 1 minus x by a the whole square dx. ഇനി നമുക്ക് 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ബി സി ബൈ 2 ഇൻറ്റു ഇത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? 1 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയറിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് 1 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ മൈനസ് 3 എന്നാ വരിക. കാരണം 3 ഉണ്ട്, പിന്നെ ഈ ഒരു മൈനസും കൂടെ വരും. അതുപോലെ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ 1 മൈനസ് എക്സ് ബൈ എ ദ ഹോൾ ക്യൂബ് വരുന്നു, ഡിവൈഡഡ് ബൈ 3 വരുന്നു, ഇൻറ്റു ഇനി നമുക്ക് 1 മൈനസ് എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 1 മൈനസ് എക്സ് ബൈ എയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എ. ആ മൈനസ് 1 ബൈ എയും കൂടെ ഡിനോമിനേറ്ററിൽ എഴുതുക. മൈനസ് 1 ബൈ എ വിത്തിൻ ദ ലിമിറ്റ്സ് 0 ടു എ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിന്ന് സിംപ്ലിഫൈ ചെയ്യാം ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത്. ദിസ് ഈസ് ഈക്വൽ ടു ബി സി ബൈ 2 ഇൻറ്റു ഇവിടെ എന്താ പറയുക? മൈനസ് 3 ബൈ എ. മൈനസ് 3 ബൈ എ പുറത്തോട്ട് വരുന്നു. അപ്പോൾ മൈനസ് 3 ബൈ എ ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ. അത് പുറത്തോട്ട് വരുമ്പോൾ എന്താ വരിക? മൈനസ് എ ബൈ 3 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബി സി ബൈ 3 ഇൻറ്റു 2 എന്ന് വരുന്നു. ഈ മൈനസ് 3 ബൈ എ പുറത്തോട്ട് എടുത്തു ഞാൻ. സോ മൈനസ് എ ബൈ എ ബി സി ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് ഈസ് എ കൊടുക്കുമ്പോൾ 1 മൈനസ് എ ബൈ എ ബൈ എ ഈസ് 1, ദാറ്റ് ഈസ് 1 മൈനസ് 1, ദാറ്റ് ഈസ് 0, മൈനസ് ലോവർ ലിമിറ്റ് ഈസ് 0 കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് 0, സോ 1. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബി സി ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു മൈനസ് 1. ദിസ് ഈസ് ഈക്വൽ ടു എ ബി സി ബൈ 6. സോ ദിസ് ഈസ് ദി ഫൈനൽ ആൻസർ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതുപോലെ ഈ ഇത്രയും ടൈപ്സ് പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷന് ചോദിക്കാറുള്ളത്. എല്ലാ പ്രോബ്ലംസും നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.